ചുറ്റുപാടുകളിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ വേദനാജനകവും ആകുലതയും ഉളവാകുന്നതാണ്. ഒരിക്കലും കേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾ അപ്പനെയും അമ്മയെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, അപ്പൻ മക്കളെയും കൊല്ലുന്നു. അല്പം പണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ സ്വത്തിനു വേണ്ടിയോ കാമുകിക്കു വേണ്ടിയോ തുടങ്ങി ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവന് പോലും യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം 2021 ഏതാണ്ട് 9,549, 2022 10,162, 2023 10,843 ഇങ്ങനെ ആത്മഹത്യാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണക്കുകളും റിപ്പോർട്ടുകളുമില്ലാത്ത ആത്മഹത്യകൾ എത്രയോ അധികമാണ്. മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ജീവൻ എന്നത് വിലമതിക്കാനാവാത്തതാണ്. അത് നശിപ്പിക്കാനോ സ്വയമേ നഷ്ടപ്പെടുത്താനോ പാടില്ലാത്തതാണ്. നാം ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ ആഗ്രഹത്താലോ ഇഷ്ടത്താലോ അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഒന്നു മാത്രമാണ്. ഒരു ജീവൻ സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ അതിൻ്റെ ഓരോ വളർച്ചയും അത്ഭുതം നിറഞ്ഞതാണ്. ഏതാണ്ട് 9 മാസം 9 ദിവസം 9 മിനിറ്റ് 9 സെക്കൻഡ് സമയം കൊണ്ട് ഒരു കുഞ്ഞ് അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി ജനിക്കും. ഇത് മഹാത്ഭുതമാണ്. ഒരു മനുഷ്യൻ്റെ ജനനത്തിൽ എത്രയോ പേർ സന്തോഷിക്കുന്നു. എന്നാൽ നാളുകൾ കഴിയുന്തോറും ആ വ്യക്തിയിൽ കോപം, പക, മുൻവൈരാഗ്യം, മോഷണം, പകപോക്കൽ, പ്രേമനൈരാശ്യം, കടബാധ്യത, മാരകരോഗങ്ങൾ, കുടുംബത്തകർച്ച, മദ്യം, മയക്കുമരുന്ന് ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ അടിമപ്പെട്ടു പോകുന്നു. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം 139 13 14 പറയുന്നത് ഇങ്ങനെയാണ്: നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ ജീവന് ഒരു വിലയും നാം കൊടുക്കുന്നില്ല. മനുഷ്യൻ്റെ സഹായം ദൈവത്തിന് ആവശ്യവുമില്ല. കാരണം ദൈവം സൃഷ്ടാവാണ്. ദൈവം ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാൻ 80 വയസ്സ് കൊടുക്കുന്നുവെങ്കിൽ അവൻ്റെ ആയുസ് 29,200 ദിവസം മാത്രമേ ഉള്ളൂ. ആദിയിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ അനുസരണക്കേടിൻ്റെ ഫലമായി പാപം ചെയ്ത മനുഷ്യനെ ദൈവം നശിപ്പിച്ചു കളയാതെ അവനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യനിട്ട വില ദൈവത്തോളം തന്നെയായിരുന്നു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ്റെ പ്രാണന്റെ വില ഈ മുഴു ലോകത്തേക്കാൾ വിലയേറിയതാണ്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുക എന്നത് മാത്രമാണ് ദൈവം മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ പാപം ചെയ്ത മനുഷ്യനെ എന്തും ചെയ്യുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം സ്നേഹസമ്പൂർണനായതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യനെ തള്ളിക്കളയാതെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്ന് നമ്മെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ച് പാപത്തിന് പരിഹാരമായി നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കർത്താവും രക്ഷകനുമായി വായ്കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. റോമാലേഖനം 10:9 ഇത് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പാപമോചനമെന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് നാം ഒരു വിലയും കൊടുക്കേണ്ട. രക്ഷ ദൈവം നമുക്ക് സൗജന്യമായി തന്നതാണ്. അതിനാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല. ഇപ്രകാരം താങ്കൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ? യേശുവേ, രക്ഷക, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിനു വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പാപമോചനവും രക്ഷയും നിത്യജീവനും എനിക്ക് നൽകണമേ. ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് അങ്ങ് എനിക്കു വേണ്ടി മരിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് എൻ്റെ രക്ഷിതാവും കർത്താവും ആയിരിക്കണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ.
എന്നെ അങ്ങയുടെ മകനായി മകളായി സ്വീകരിക്കണമേ. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.